ലോകരാഷ്ട്രങ്ങളെ പിന്നെ അവരുടെ ആധിപത്യം, മേൽക്കോയ്മ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ സമാധാനത്തിനാണെന്നൊക്കെയാണ് അവർ പറയുക. അപ്പം ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങൾ ശരിക്കും നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ സത്യമാണോ? അതിനുള്ളൊരവസ്ഥ. സമാധാനം ഒരിക്കലും യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ സാധ്യമല്ല. അത് പരസ്പരം മനസ്സിലാക്കലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ പ്രശസ്തനായ സയൻറ്റിസ്റ്റായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വലിയ വലിയ രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അവിടെ വലിയ യുദ്ധങ്ങൾക്ക് കോപ്പ് കൂട്ടുകയും അവിടെ ആയുധങ്ങൾ വിൽക്കാനും അവിടെ മേൽക്കോയ്മയും ആധിപത്യമൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പരിണിതഫലം എന്ന് വെച്ചാൽ കുട്ടികൾ അനാഥരാക്കപ്പെടുന്നു, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ മരണപ്പെട്ട് അല്ലെങ്കിൽ വിധവകളും അതുപോലെ ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരും അച്ഛനില്ലാത്തയും അമ്മയില്ലാത്തയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഒരിക്കലും അത് മാത്രമല്ല, ഇത് ഭയം, ആശങ്കകൾ, അത് മാനസികമായ പ്രശ്നങ്ങളൊക്കെയാണ് ആ രാജ്യത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും യുദ്ധം ഒരു നാട്ടിലും സമാധാനം കൊണ്ടുവരുന്നതിന് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പകരം ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രയാസങ്ങളാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭീകരമായ, ചിലപ്പോൾ നമ്മളൊക്കെ യുദ്ധം ഇങ്ങനെ കാണുന്നു, സ്ക്രീനിൽ കാണുന്നു, അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ഇത്ര ആളുകൾ മരിച്ചു, ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും, നമ്മൾ ആശങ്കകൾ പങ്കുവെക്കുന്നല്ലാതെ അത് ശരിക്കും നമ്മുടെ അടുത്ത് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോക രാഷ്ട്രങ്ങളും നേതാക്കളും ഒക്കെ മൊത്തത്തിൽ ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണരുകയും അതിലേക്ക് വരികയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ കാഴ്ചവട്ടിൽ യുദ്ധം എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ള രാഷ്ട്ര നേതാക്കന്മാരും ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെയുള്ളൊരു നമ്മളെ ഐക്യരാഷ്ട്ര സഭയുടെ ഒക്കെ കീഴിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നടപ്പാക്കാനും ലോകരാഷ്ട്രങ്ങൾ ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന വൻ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായി, എന്തിപ്പോൾ ഗസയിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഉക്രൈനിലെ യുദ്ധം ഉണ്ടായിരുന്നു, ഗസയിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രങ്ങൾ വരെ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പലതും അവരെ ആ രാജ്യത്തിന് ആക്രമിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ശക്തമായ ഒരു നീക്കം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഈ ട്രംപൊക്കെ ഇങ്ങനെ ഉടമ്പടികൾക്കൊക്കെ മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചരിത്രം വായിക്കുമ്പോഴല്ലേ, വാർത്തകൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട